പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ചിലർക്കെല്ലാം അറിയാവുന്നതും എന്നാൽ അറിയാത്ത ആൾക്കാർ ഉള്ളതുമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നമ്മൾ മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ എന്നിവയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നമ്പർ ഉപയോഗിച്ചും സ്കാനർ ഉപയോഗിച്ചും UPI കോഡ് ഉപയോഗിച്ചൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. എന്നാൽ നമുക്ക് ഫോൺ പേയിൽ അങ്ങനെ ചില കൂട്ടുകാർക്കൊന്നും അത് മനസ്സിലാകത്തില്ല. ഫോൺ പേയിൽ എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാം, IFSC കോഡും നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. കാര്യം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാർക്കും അക്കൗണ്ടിൽ നമുക്ക് എങ്ങനെ പൈസ ഇട്ട് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും ചിലർക്കെല്ലാം ഇത് ഉപകാരമായിരിക്കും, ചിലർക്ക് അറിയാവുന്ന ആൾക്കാർ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ഫോൺ പേയിൽ എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മളതിനായി ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ടു ബാങ്ക് എന്നുള്ള ഓപ്ഷനാണ് നമ്മളതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി നമ്മളത് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. കാര്യം നമ്മൾ നേരത്തെ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേജ് ഇവിടെ കാണാൻ സാധിക്കും. അതിന് നമുക്കിവിടെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എമൗണ്ട് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, നമുക്കത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇല്ല, നമുക്ക് പുതിയ ഒരാൾക്ക് ഇതുപോലെ അക്കൗണ്ട് നമ്പർ വെച്ച് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം, IFSC കോഡും വെച്ച് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ബാങ്കിലേക്കാണ് അവരുടെ ബാങ്ക് ഏതാണോ അതിവിടെ നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സെൻട്രൽ ബാങ്കിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സെൻട്രൽ ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ അക്കൗണ്ട് നമ്പർ ഇവിടെ രേഖപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും, നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളത് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ആർക്കാണോ അയക്കുന്നത് അവരുടെ നെയിം നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നിക് നെയിം അത് നമ്മൾ എന്തെങ്കിലും രേഖപ്പെടുത്തി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ് ടു പേ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കവിടെ അവരുടെ പേജ് നമുക്കിവിടെ ക്രിയേറ്റ് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിലൊക്കെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യും പോലെ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യും പോലെ ഒരു പേജ് നമുക്കിവിടെ ക്രിയേറ്റ് ആയത് കാണാൻ സാധിക്കും. നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ UPI കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെൻഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതൊരു ചെറിയ അറിവാണെങ്കിൽ തന്നെയും ചിലർക്ക് അറിയാത്തവർക്ക് ഇത് ഉപകാരമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.